നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് വൈഫൈ കണക്ഷൻ യൂസ് ചെയ്യുന്ന ഒരു ഓഫീസ്. അതായത് ഇപ്പം നമുക്കൊരു ഓഫീസ് ഉണ്ട്, അവിടെ ഒരു 30-ലധികം അല്ലെങ്കിൽ ഒരു 50 പേരൊക്കെ അവിടെ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇവരെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആകാം, 2 ഡിവൈസ് ആകാം. അപ്പോൾ അങ്ങനെ ഒരുപാട് യൂസേജ് വരുമ്പോൾ, കൂടുതലായിട്ട് യൂസേജ് വരുമ്പോൾ അതനുസരിച്ച് അറിയാം നമുക്ക് അതിൻ്റെ കൺസപ്ഷൻ വരും. അപ്പോൾ പല ഡിവൈസുകൾ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നൊരു വിഷയം കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും, അതുപോലെ തന്നെ സ്പീഡ് ഇഷ്യൂസ് വരും, അങ്ങനത്തെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ടെക്നീഷ്യൻ ആയാലും അതിനകത്ത് നമ്മൾ അവരുടെ ഇതിൽ നോക്കുമ്പോൾ അത് മോഡം വർക്കിംഗ് ആണ് അല്ലെങ്കിൽ ONU വർക്കിംഗ് ആണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ കണക്ഷൻ കട്ടായി പോകുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡിവൈസ്, അതായത് ഒരു സിംഗിൾ ബാൻഡ് ഡിവൈസ് ആണെങ്കിൽ അതിന് 2.4 ഫ്രീക്വൻസിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വൈഫൈ വരുന്നത് 2.4 ഫ്രീക്വൻസിയിലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു 2.4 മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്ന ഒരു 30 ഡിവൈസസ് ആണ്. 30 ഡിവൈസ് എന്ന് പറയുമെങ്കിലും ഡിപ്പെൻഡിങ് ഓൺ ദ ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇതനുസരിച്ച് ചിലപ്പോൾ കൂടിയും കുറഞ്ഞിരിക്കാം. 10 ഡിവൈസിന് മുകളിൽ കട്ടായി പോകുന്ന റൗട്ടേഴ്സ് ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു 30 ഡിവൈസ് ആണ് ഒരു ആവറേജ് 2.4 കണക്ട് ചെയ്യാൻ പറ്റിയ ഡിവൈസുകളുടെ എണ്ണം. പക്ഷെ അത് ഈ പറഞ്ഞ എല്ലാ റൗട്ടറുകളും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിന് മുകളിലോട്ട് നമുക്ക് ആ ഒരു കണക്ഷൻ കൊടുക്കുമ്പോൾ, അതായത് അതിന് മുകളിലോട്ട് നിങ്ങളുടെ ഓഫീസിലാണെങ്കിൽ അതിന് മുകളിലോട്ട് ആളുകൾ ഉണ്ടെങ്കിൽ, ആളുകൾ ഉപയോഗിക്കുന്ന യൂസേഴ്സ് ഉണ്ടെങ്കിൽ അത് കട്ടായി പോകും. കട്ടായി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി കിട്ടാതിരിക്കില്ല. ചിലവർക്ക് കട്ടായി പോകും, ചിലവർക്ക് കട്ടാവും, അല്ലെങ്കിൽ ഈ 30 കഴിഞ്ഞിട്ട് 31 ആൾ കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടാതെ വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ 2.4 എന്നുള്ളിടത്ത് ചിലപ്പോൾ 5G ഹാർട്സിൻ്റെ ഡ്യുവൽ ബാൻഡാണ് വെച്ചേക്കുന്നതെന്ന് വിചാരിക്കാം. ഡ്യുവൽ ബാൻഡ് വെക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 5G ഹാർട്സ് എന്ന് പറഞ്ഞ റൗട്ടർ ഒരു വൈഫൈ കൂടി വരും. 5G ഹാർട്സ് വൈഫൈ വരുമ്പോൾ എന്താണ്, നല്ല സ്പീഡ് കിട്ടും, ഹൈ സ്പീഡ് കിട്ടും. കാര്യം അതിന് റേഞ്ച് വളരെ കുറവായിരിക്കും, പക്ഷേ നല്ല ഹൈ സ്പീഡായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഹൈ സ്പീഡിൽ വരുമ്പോൾ നമുക്ക് കുറേ പേരെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 30 ആണ് അവിടെ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ അതിന് ഇരട്ടിയുള്ള കണക്ഷൻസ് നമുക്ക് 60 വരെയൊക്കെ നമുക്ക് 5G ഹാർട്സിൽ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ 5G ഹാർട്സിൽ വേറെയും പ്രശ്നം വരും. കാരണം 5G ഹാർട്സിൽ തൊട്ടടുത്തിരിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരുള്ളൂ. 5G ഹാർട്സ് വൈഫൈയിൽ ലോങ്ങിൽ വരുമ്പോൾ കിട്ടില്ല. അപ്പോൾ കൂടുതൽ പേര് ഈ പറഞ്ഞ 2.4 കണക്ട് ചെയ്യുകയും 2.4 കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ നമ്പർ ഓഫ് ഡിവൈസസിന് എണ്ണം കൂടുമ്പോഴൊക്കെ വലിയ ഓഫീസുകളിലൊക്കെ ഈ ഒരു പ്രശ്നം വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ടെക്നീഷ്യന്മാർക്ക് ഇത് വളരെ തലവേദനയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കാരണം ഈ പറഞ്ഞ നമ്പർ ഓഫ് യൂസേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇത് പലരും ശ്രദ്ധിക്കാറില്ല. അവർ വന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലോ നോക്കുമ്പോൾ സ്പീഡിലൊക്കെ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞവർ പോകും. പക്ഷേ ഇതാണ് അതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞത്, ഒരു കോർ ഇഷ്യൂ. അപ്പോൾ ഇതിന് പരിഹരിക്കണമെങ്കിൽ നമ്മളതിന് സെപ്പറേറ്റ് റൗട്ടർ ഒക്കെ എക്സ്റ്റൻഡർ പോലെ വെച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ആക്സസ് പോയിന്റ് പോലെ ഒന്നില്ലെങ്കിൽ ഒരു ആക്സസ് പോയിന്റ് സെറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് റൂട്ടർ വെച്ചിട്ട് വാൻ ആയിട്ട് കോൺഫിഗറേഷൻ ചെയ്ത് സെപ്പറേറ്റ് IP റിലീസ് ചെയ്യണമെങ്കിൽ വെക്കുക. അതുപോലെ ഒരു ഡ്യുവൽ ബാൻഡ് റൗട്ടർ തന്നെ വെക്കുക. ഡ്യുവൽ ബാൻഡ് റൗട്ടർ വെച്ചിട്ട് അതിനകത്ത് 5G ഹാർട്സും 2.4 ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ മാക്സിമം ഡിവൈസ് ഉണ്ടോ അതനുസരിച്ച് ആ ഒരു പ്രൊപ്പോർഷനിൽ നമുക്ക് ആ ഒരു ആക്സസ് പോയിന്റ് ആയാലും റൗട്ടേഴ്സ് ആയാലും ആഡ് ചെയ്യേണ്ടിയായിട്ട് വരും. ഇതിപ്പോൾ നോർമലി ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ചെറിയൊരു ഓഫീസ് ആയിരിക്കും, എല്ലായിടത്തും റേഞ്ച് കിട്ടുന്നുണ്ടാവും. പക്ഷേ റേഞ്ചിൻ്റെ മാത്രമല്ല, ആ ഒരു നമ്പർ ഓഫ് ക്ലയൻസ് വരുമ്പോൾ, ആ ഒരു റൗട്ടറിലെ നമ്പർ ഓഫ് ക്ലയൻസ് കൂടുമ്പോൾ ഈ ഒരു ഇഷ്യൂസ് അതിനകത്ത് കാണും. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ആക്സസ് പോയിന്റ്സിൻ്റെ നമ്പേഴ്സ് കൂട്ടുക, ആക്സസ് പോയിന്റ്സ് വെക്കുക, ഇല്ലെങ്കിൽ റൗട്ടേഴ്സ് വെച്ചിട്ട് അതിനകത്ത് സെപ്പറേറ്റ് കണക്ട് ചെയ്യുക. അതായത് കുറച്ച് പേർക്ക് ഒരു റൗട്ടറിൻ്റെ, അടുത്ത പേർക്ക് അടുത്ത റൗട്ടറിൻ്റെ, അങ്ങനെ അവർ ഡിവൈഡ് ചെയ്തിട്ട്, പേരിലാണെങ്കിൽ ആ ഒരു പേര് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതുപോലെ യൂസേഴ്സ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഒരു നമ്പർ ഓഫ് യൂസേഴ്സിൻ്റെ ഇഷ്യൂസ് ഈ ഒരു 2.4 5G ഹാർട്സിലായാലും വരില്ല. 5G ഹാർട്സിൽ ഒരുപാട് യൂസേഴ്സ് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ റേഞ്ച് കുറവായതുകൊണ്ട് ആ ഒരു പ്രശ്നവും അവിടെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കൂടുതലായിട്ട് വരുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഈ ഓഫീസുകളിൽ അങ്ങനെ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റലുകളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4-5 റൂമുള്ള ഹോസ്റ്റലിലായിരിക്കും നമ്മൾ സിംഗിൾ ബാൻഡ് റൗട്ടർ വെച്ചേക്കുന്നത്. പക്ഷേ അവിടെ വെക്കുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ആ 4 റൂമിലും ഒരുപാട് പേരെ ഇപ്പോൾ ഈ പറഞ്ഞ 30 പേര് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഈ കണക്ഷൻ്റെ പ്രശ്നം വരാം. 25 പേരായാലും ഈ ഒരു സിംഗിൾ ബാൻഡ് കണക്ട് ചെയ്യുമ്പോൾ ചിലവർക്ക് നെറ്റ് കിട്ടാതെ വരിക, സ്പീഡ് കുറയുക വരുന്നത് റേഞ്ചിൻ്റെ ഇഷ്യൂ ആകാം. പക്ഷേ ഈ നെറ്റ് കിട്ടാതെ വരും, ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്ട് ആയി പോകുക, അതൊക്കെ ഈ ഒരു പ്രശ്നം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക, ഹോസ്റ്റലിൽ ഉപയോഗിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഡിവൈസിലാണ് ഡ്യുവൽ ബാൻഡ് ഡിവൈസുകൾ വെച്ചതിന് ശേഷം ഇതുപോലെ പാർട്ടീഷൻ ചെയ്ത ഒരൊറ്റ റൗട്ടറിൽ തന്നെ നമുക്ക് 1-2 SSID ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇടുകയോ, അല്ലെങ്കിൽ ഗസ്റ്റ് വൈഫൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഗസ്റ്റ് വൈഫൈയിലായാലും കുഴപ്പമില്ല, ഇട്ടിട്ട് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുക. അതായത് 2.4 ബാൻഡ് വിത്തിൽ കുറച്ച് പേരും, അതുപോലെ തന്നെ 5G ഹാർട്സിൽ കുറച്ച് പേർക്ക് കണക്ട് ചെയ്യുന്ന വിധത്തിൽ സെപ്പറേറ്റ് പേരിട്ട് അതുപോലെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഈ ഒരു യൂസേജ് അനുസരിച്ച് അത് വേണം. പിന്നെ അതുപോലെ തന്നെ നമ്പർ ഓഫ് യൂസേജ് കൂടുമ്പോൾ വരുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ ബാൻഡ് വിത്ത്.
ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബാൻഡ്വിഡ്ത്ത്, ഇപ്പോൾ നമ്മൾ റൗട്ടേഴ്സിൻ്റെ എണ്ണം കൂട്ടുന്ന കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ആക്സസ് പോയിന്റ്സിൻ്റെ എണ്ണം കൂട്ടുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ സെയിം ടൈം നമ്മൾ അതനുസരിച്ചുള്ള ബാൻഡ്വിഡ്ത്തും കൂട്ടണം. അതായത് ഒരു 100 Mbps കണക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 500 Mbps അല്ലെങ്കിൽ 200 Mbps 200 Mbps കണക്ഷനിലോട്ട് തന്നെ മാറ്റുക. കാരണം നമ്പർ ഓഫ് ഡിവൈസസ് സൈമൾട്ടേനിയസ്ലി യൂസ് ചെയ്യുമ്പോൾ യൂസേജ് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്പീഡ് ഇഷ്യൂ അവിടെ വരും. അപ്പോൾ ആ ഒരു സ്പീഡ് ഇഷ്യൂവിൽ നിന്ന് നമുക്ക് ആ റിക്കവർ ആവണമെങ്കിൽ എന്തായാലും ആ ഒരു മെയിൻ ഡിവൈസിന്റെ സ്പീഡ് കൂട്ടിയാൽ മതിയാവും. അതിനുവേണ്ടി നമ്പർ ഓഫ് കണക്ഷൻസ് അത് എടുക്കേണ്ട ആവശ്യമില്ല. ചിലവർ ഈ പറഞ്ഞ പോലെ ഒരു ISP തന്നെ ഒരു 3 കണക്ഷൻ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ 2, 3, 4 ISPകൾ എടുത്ത് വെക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എടുക്കുന്ന ISP പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ISP ആണെങ്കിൽ അതിനകത്തൊരു നല്ലൊരു പ്ലാൻ, 1 Gbps അല്ലെങ്കിൽ 500 Mbps ഒക്കെ ഒരു പ്ലാൻ എടുത്തതിന് ശേഷം, ഈവൻ 200 Mbps കുറഞ്ഞൊരു പ്ലാൻ എടുത്തതിന് ശേഷം ഈ ജിഗാബിറ്റ് റൗട്ടർ, ജിഗാബിറ്റ് സ്വിച്ച് ഉപയോഗിച്ച്, നെറ്റ്വർക്ക് സ്വിച്ച് ഉപയോഗിച്ച് നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ജിഗാബിറ്റ് തന്നെ ഉപയോഗിക്കാം. എന്നിട്ട് റൗട്ടർ വെച്ചിട്ട് ഒരു എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല സ്പീഡിൽ തന്നെ എല്ലായിടത്തും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നമ്പർ ഓഫ് യൂസേഴ്സിന്റെ ആ ഒരു ഇഷ്യൂസും അല്ലെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ഒരുപാട് വാട്സപ്പിലും കാര്യങ്ങളും ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ അതിന് ഉത്തരം പറയുന്നതായിരിക്കും. പിന്നെ ഇത്തരം CCTV നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ട്യൂട്ടോറിയൽസും വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.